ഗ്ലാമർ കൊണ്ടായാലും ബോൾഡ്നെസ് കൊണ്ടായാലും ചില കഥാപാത്രങ്ങൾ അവരുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് നമ്മളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട്. വെൽക്കം ടു സിനിമാക്സ് മലയാളം. ഇന്ന് നമ്മൾ കൗണ്ട് ഡൗൺ ചെയ്യാൻ പോകുന്നത് മലയാള സിനിമയിലെ ഏറ്റവും സെക്സി ആൻഡ് ഹോട്ടായ 10 ഫീമെയിൽ ക്യാരക്ടേഴ്സിനെയാണ്. 10ാം സ്ഥാനത്ത് 2012 പുറത്തിറങ്ങിയ ചട്ടക്കാരിയിലെ ജൂലി. ജൂലി വളരെ റൊമാൻറ്റിക് കഥാപാത്രമായ ജൂലിയെ ബോൾഡായും ഗ്ലാമറസുമായുമാണ് ഷംന അവതരിപ്പിച്ചത്. അവരുടെ ആ ഒരു ആംഗ്ലോ ഇന്ത്യൻ ലുക്കും ആരെയും മയക്കുന്ന വശ്യതയും ഈ കഥാപാത്രത്തെ കൂടുതൽ ഹോട്ടാക്കി മാറ്റി. എനിക്കാരും വേണ്ട, ശശി എന്റെ എല്ലാമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷ്മി അനശ്വരമാക്കിയ ഈ ഒരു ഐക്കോണിക് ക്യാരക്ടർ റീമേക്ക് ചെയ്യുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. എന്നാൽ ഷംന തന്റേതായ ഒരു മോഡേൺ സെൻഷ്യൽ ടച്ച് നൽകി ഇന്നത്തെ തലമുറയ്ക്കും ജൂലിയെ പ്രിയപ്പെട്ടതാക്കി മാറ്റി. 9ാം സ്ഥാനത്ത് ചതുരം സിനിമയിലെ സലേന. സ്വാസികയുടെ കരിയറിൽ തന്നെ ഏറ്റവും ബോൾഡായ ഒരു കഥാപാത്രം. അവരുടെ കോൺഫിഡൻസും സ്ക്രീനിലെ മാഗ്നറ്റിക് പ്രസൻസും ഈ കഥാപാത്രത്തെ വേറെ ലെവലാക്കി മാറ്റി. സാധാരണ സീരിയലുകളിലും ഫാമിലി റോളുകളിലും മാത്രം കണ്ടിരുന്ന സ്വാസികയുടെ ഞെട്ടിക്കുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടിയായിരുന്നു ഇത്. നമ്മുടെ ജീവിതം കളയാതെ അയാളെ കൊല്ലാൻ പറ്റുമോ? സ്വന്തം ആഗ്രഹങ്ങൾക്ക് വില കൽപ്പിക്കുന്ന പുരുഷന്മാരെ തന്റെ വരിതിയിലാക്കുന്ന ഈ കഥാപാത്രത്തിന്റെ ഇന്റൻസിറ്റി അവരുടെ നോട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. 8ാം സ്ഥാനത്ത് ഇയോബിന്റെ പുസ്തകത്തിലെ റാഹേൽ എന്ന കഥാപാത്രത്തിന്റെ വിന്റേജ് സ്റ്റൈലും ആ ഒരു വില്ലനിസവും ആരെയും അട്രാക്ട് ചെയ്യുന്നതാണ്. അതിന് താനാരെയാ കൊന്നിട്ടുള്ളത്? ഒരു ചെറിയ ചിരി കൊണ്ട് പുരുഷന്മാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന റാഹേൽ ഒരു പക്കാ ഫെം ഫെയ്റ്റാൽ കഥാപാത്രമാണ്. മൂന്നാറിലെ തണുപ്പ് ഇഷ്ടമല്ല. അവരുടെ ആ ഡാർക്ക് ലിപ്സ്റ്റിക്കും വിന്റേജ് സാരികളും റാഹേലിന് നൽകിയ ആ ഒരു ഡെഡ്ലി ഹോട്ട് ലുക്ക് പ്രേക്ഷകർക്ക് പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. 7ാം സ്ഥാനത്ത് ലങ്കയിലെ ലങ്ക ലക്ഷ്മി. അക്കാലത്തെ ഏറ്റവും സ്റ്റൈലിഷ് ആൻഡ് എഡ്ജി ലുക്കിൽ മമത സ്ക്രീനിൽ തീപ്പൊരി പറിച്ചു. ഗ്ലാമറിനൊപ്പം തന്നെ ഒരുതരം നെഗറ്റീവ് ഷെയ്ഡ് കൂടി ഉണ്ടായിരുന്ന ഈ ഒരു റോൾ ശരിക്കും കാലത്തിനു മുമ്പേ സഞ്ചരിച്ച ഒന്ന് തന്നെയായിരുന്നു. സുരേഷ് ഗോപിയോട് കട്ടയ്ക്ക് നിൽക്കുന്ന മമതയുടെ ആറ്റിറ്റ്യൂഡാണ് ലങ്ക ലക്ഷ്മിയെ അത്രമേൽ വശ്യവും അതേസമയം അപകടകാരിയുമാക്കിയത്. 6ാം സ്ഥാനത്ത് യക്ഷിയും ഞാനും എന്ന സിനിമയിലെ ആതിര. സബലീകരിക്കാത്ത മോഹമായി അലയുന്ന ആത്മാവാണ് ഞാൻ. ഹൊററും ഗ്ലാമറും ഒരുപോലെ ചേർന്ന ഒരു കിടലൻ പെർഫോമൻസ് ആയിരുന്നു ഇത്. സാധാരണ യക്ഷികളെ കണ്ട് പേടിക്കുന്ന പ്രേക്ഷകരെ തന്റെ സൗന്ദര്യം കൊണ്ട് അക്ഷരാർത്ഥത്തിൽ മയക്കുകയാണ് മേഘന ഇതിൽ ചെയ്തത്. പേടിക്കണോ അതോ അവരെ നോക്കിയിരിക്കണോ എന്ന കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സൂപ്പർ ഹോട്ട് പ്രസൻസ് ആയിരുന്നു ഈ ക്യാരക്ടറിന്റേത്. 5ാം സ്ഥാനത്ത് ധ്വനി നമ്പ്യാർ. ഒന്നും നടക്കാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അനാഥപ്രേതങ്ങളിൽ മാത്രമേ എനിക്ക് കണ്ടുള്ളൂ. ട്രിവാൻഡ്രം ലോഡ്ജിലെ ധ്വനി നമ്പ്യാർ എന്ന കഥാപാത്രം മലയാള സിനിമയിൽ തന്നെ എക്കാലത്തെയും ബോൾഡായ റോളുകളിൽ ഒന്നാണ്. താൻ എന്നോട് കിട്ടുമെന്ന് ചോദിച്ചു. ഫ്രാങ്കായിട്ട് ഞാൻ ഉത്തരം തന്നു. ഫ്രാങ്കായിട്ട് സമൂഹത്തിന്റെ യാതൊരുവിധ മുൻവിധികളെയും ഭയക്കാത്ത തന്റെ ആവശ്യങ്ങളെ കുറിച്ച് തുറന്നു പറയുന്ന ധ്വനി അക്കാലത്ത് വലിയൊരു സെൻസേഷൻ തന്നെ ആയിരുന്നു. അബ്ദുവിന് എന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ? അവരുടെ ബോൾഡായ ഫാഷൻ സെൻസും ആ ഡയലോഗ് ഡെലിവറിയും മലയാള സിനിമയിലെ ഗ്ലാമർ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിച്ചു. I want to eat, make love, one night stands in a casual sex. 4ാം സ്ഥാനത്ത് രതി നിർവേദത്തിലെ രതി ചേച്ചി. വലിയ ഹൈപ്പിൽ വന്ന ആ ഗ്ലാമർ റോൾ വളരെ അനായാസമായാണ് ശ്വേത ഗംഭീരമാക്കിയത്. ജയഭാരതി അനശ്വരമാക്കിയ ഒരു കഥാപാത്രത്തെ വീണ്ടും സ്ക്രീനിൽ അവതരിപ്പിക്കുക എന്നത് ചെറിയ കാര്യമല്ല. എന്നാൽ ശ്വേത മേനോന്റെ അപാരമായ സ്ക്രീൻ പ്രസൻസും മെച്യൂരിറ്റിയും രതി ചേച്ചി എന്ന കഥാപാത്രത്തിന് പുതിയൊരു ജീവനും ആകർഷണീയതയും നൽകി. നമ്മുടെ ടോപ്പ് 3യിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കഴിയാതെ പോയ എന്നാൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ച ചില ഹോണറബിൾ മെൻഷൻസ് ഇതാ. സ്ക്രീനിൽ ഒരു ഫുൾ ലെങ്ത് റോൾ വേണമെന്നില്ല പ്രേക്ഷകരെ ഹരം കൊള്ളിക്കാൻ എന്ന് തെളിയിച്ചവരാണിവർ. തങ്ങളുടെ ഗ്ലാമർ കൊണ്ടും ഡാൻസ് കൊണ്ടും ചുരുങ്ങിയ സീനുകളിൽ തന്നെ ഇവർ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കി. സ്ത്രീ സൗന്ദര്യം കൊത്തിവെക്കാം,
വരുന്നത് നിഷിദ്ധം. സർപ്പപൂജയ്ക്ക് സർപ്പ സാന്നിധ്യം വേണ്ട. പൂജിക്കാം, കണ്ടുകൂടാ. മൂന്നാം സ്ഥാനത്ത് വൈശാലി. ഭയപ്പെടേണ്ട, അടുത്ത ആശ്രമത്തിലെ മുനികുമാരനാണ് ഞാൻ. മലയാള സിനിമ കണ്ട ഏറ്റവും മികച്ച ക്ലാസിക് ബ്യൂട്ടി. വൈശാലിയിലെ ആ നിഷ്കളങ്കതയും വശ്യതയും നിറഞ്ഞ നോട്ടം മലയാളികൾ ഒരിക്കലും മറക്കാനിടയില്ല. സംവിധായകൻ ഭരതൻ സുവർണയെ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന രീതിക്ക് ഒരു പ്രത്യേക മാന്ത്രികതയുണ്ട്. അംഗരാജ്യത്തെ രക്ഷിക്കാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ, അങ്ങയ്ക്ക് മാത്രം. ആ കണ്ണുകളിലെ കാമവും പ്രണയവും അവരുടെ സ്വർഗീയമായ സൗന്ദര്യവും വൈശാലിയെ എക്കാലത്തെയും ഹോട്ട് ആൻഡ് ക്ലാസിക് ഐക്കണാക്കി മാറ്റുന്നു. രണ്ടാം സ്ഥാനത്ത് സ്ഫടികത്തിലെ ലൈല. എന്താടേ എന്റെ ചോര മതിരിക്കുന്നുണ്ടോ? കൽക്കണ്ടത്തിന്റെ സ്വാദ്. ഏഴിമല പൂഞ്ചോല എന്നൊരൊറ്റ പാട്ട് മതി സിൽക്ക് സ്മിതയുടെ ആ ഒരു മാഗ്നറ്റിക് പവർ മനസ്സിലാക്കാൻ. സ്ക്രീനിൽ അവർ വരുമ്പോഴുള്ള ആ സ്വാഗ് വേറെ ലെവലാണ്. ലാലേട്ടനെ പോലെ ഒരു സൂപ്പർ താരത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ തനതായ ശൈലിയും ലൈലയെ അക്ഷരാർത്ഥത്തിൽ ഒരു മാസ് ആൻഡ് സെക്സി ക്യാരക്ടറാക്കുന്നു. ഫൈനലി നമ്മുടെ ഒന്നാം സ്ഥാനം. വീഡിയോ ഇഷ്ടമായെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ആൻഡ് ഹിയർ ഈസ് ദ നമ്പർ 1. ഒന്നാം സ്ഥാനത്ത് മറ്റാരുമല്ല, പൂവാനത്തുമ്പികളിലെ ക്ലാര. എനിക്ക് ആ പ്രാന്തന്റെ കാലിലെ മുറിവാകാൻ കൊതിയാവുക. ചങ്ങലയുടെ ഒരൊറ്റ കണ്ണിയുമായിട്ട് മാത്രം ബന്ധമുള്ള ഉണങ്ങാത്ത ഒരു മുറിവ്. സുമലത അനശ്വരമാക്കിയ മലയാള സിനിമയിലെ ഏറ്റവും അല്ലൂറിംഗ് ആയ കഥാപാത്രം. മഴയും ക്ലാരയും തമ്മിലുള്ള ആ കെമിസ്ട്രി ഇന്നും മലയാളികൾ നെഞ്ചിലേറ്റുന്നു. ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനം ക്ലാരയ്ക്കല്ലാതെ മറ്റാർക്ക് നൽകാൻ? ഗ്ലാമർ പ്രദർശനം കൊണ്ട് മാത്രമല്ല ഒരാൾക്ക് ഹോട്ടാകാൻ കഴിയുക എന്ന് തെളിയിച്ച കഥാപാത്രമാണിത്. പത്മരാജന്റെ തിരക്കഥയിൽ ക്ലാരയുടെ ആ ഒരു നിഗൂഢമായ ചിരിയും അവരുടെ ശബ്ദവും മാത്രം മതിയായിരുന്നു ആ ഒരു തലമുറയെ മുഴുവൻ അവരുമായി പ്രണയത്തിലാക്കാൻ. ക്ലാരയ്ക്ക് മോഹം തോന്നിയിട്ടുള്ളത് ആരോടാവും? കൺട്രാക്ടറോട് തന്നെ, ആദ്യമായിട്ടും അവസാനമായിട്ടും. അപ്പോൾ ഇതാണ് സിനിമാക്സ് മലയാളത്തിന്റെ ലിസ്റ്റ്. ഈ ഒരു ലിസ്റ്റിൽ ഞങ്ങൾ മിസ് ചെയ്ത ഹോട്ട് ക്യാരക്ടർ. ഇതിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണ്? താഴെ കമന്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.